Welcome to the last session of the second module of the course Electrical Technology. In the last classes we have discussed about the transformers, the working principle, construction, losses and ideal transformer. ഈ ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. EMF equation, rating of a transformer, the classification of transformer, and finally applications. EMF equation last class the working principle നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, കോറിൻ്റെ രണ്ട് വൈൻഡിങ് നോൺ ആസ് പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറി വൈൻഡിങ്ങിൽ ഒരു AC വോൾട്ടേജ് V1 വിത്ത് എ ഫ്രീക്വൻസി F അപ്ലൈ ചെയ്തു. ഒരു പ്രൈമറി കറണ്ട് I1 ഉണ്ട്. ആൻഡ് ദിസ് വിൽ കോസ് എ ഫ്ലക്സ് സെറ്റപ്പ് ഇൻ ദ കോർ, ദാറ്റ് ഈസ് ദ ഫൈ പ്രൈമറി വൈൻഡിങ്ങുമായി ലിങ്ക് ചെയ്ത് E1 എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേ ഫ്ലക്സ് ഫൈ സെക്കൻഡറി വൈൻഡിങ്ങുമായി ലിങ്ക് ചെയ്ത് E2 എന്ന് പറയുന്നൊരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കറണ്ട് I2 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യും. ദ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് ഈസ് V2. ദിസ് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. കൺസിഡർ ദാറ്റ് alternating voltage V1 of frequency is applied to the primary V1F. Sinusoidal flux produced by the primary can be represented as ഒരു ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ആണ് V1. സോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സും ആൾട്ടർനേറ്റിംഗ് ആയിരിക്കും, ആൻഡ് ദാറ്റ് ഈസ് സൈനുസോയിഡൽ. അതിൻ്റെ ഇക്വേഷൻ phi is equal to phi m sin omega t. Then Faraday's law of electromagnetic induction ആണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF E1 is equal to minus N1 into d phi by dt, that is equal to minus N1 into d by dt of flux. Flux in the equation phi m sin omega t. So in a derivative എടുക്കുക, so that equation becomes E1 is equal to minus omega N1 phi m cos omega t, that is equal to ഒമേഗയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് 2 pi f N1 phi m cos omega t. ഈ മൈനസ് കോസ് ഒമേഗ ടി നമുക്ക് ഇതിനെ പോസിറ്റീവ് ആക്കാം. ദാറ്റ് ഈസ് 2 pi f N1 phi m sin ഒമേഗ ടി മൈനസ് 90. നമുക്കറിയാം ഏത് ഇക്വേഷൻസും നമ്മൾ എഴുതുമ്പോൾ E1 ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഈസ് ഈക്വൽ ടു എ മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് സം ആംഗിൾ. ഇങ്ങനെയാണ് നമ്മളതിനെ ജനറൽ എക്സ്പ്രഷനിൽ എഴുതുക. സോ ദാറ്റ് ഈ ഇക്വേഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് EM. ദാറ്റ് ഈസ് EM1 ഈസ് ഈക്വൽ ടു 2 pi f N1 phi m. ദ RMS വാല്യൂ ഓഫ് ദ പ്രൈമറി EMF ഈസ്, നമുക്കറിയാം RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഈസ് VRMS ഈസ് ഈക്വൽ ടു Vm maximum value divided by root 2, and this is the maximum value. So the RMS value E1 is equal to EM1 by root 2, that is 2 pi f N1 phi m divided by root 2. So 2 pi by root 2 എന്ന് പറയുന്ന വാല്യൂ ആണ് 4.44. So E1 is equal to 4.44 f N1 phi m, that is the primary EMF. ദെൻ ഇതേ ഫ്ലക്സ് ഫൈ തന്നെയാണ് സെക്കൻഡറി വൈൻഡിങ്ങുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ദ ഇക്വേഷൻ E2 ഈസ് ഈക്വൽ ടു 4.44 f N2. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ്. സോ ദ നമ്പർ ഓഫ് ടേൺസ് ഈസ് N2 into phi m, where N1 is the number of turns in primary, N2 is the number of turns in secondary, and phi m is the maximum value of flux. Maximum value of flux. F is the supply frequency. Then in an ideal transformer, E1 is equal to V1 and E2 is equal to V2. Ideal transformer ആ ഒരു കൺസെപ്റ്റിൽ
the transformer that has no losses. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അതുപോലെ തന്നെ E2 is same as V2. So that E1 is equal to, last derive the equation ആണ് 4.44 F N1 phi m. E2 is equal to 4.44 F into phi m. Then taking the ratio, E2 by E1 is equal to N2 by N1. That is equal to a constant K, and that constant K is called voltage transformation ratio. Then for an ideal transformer, E1 is equal to V1 and E2 is equal to V2. അതായത് ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഈ സിസ്റ്റത്തിലില്ല. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെയായിരിക്കും E1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് E2 തന്നെയായിരിക്കും V2 എന്ന് പറയുക. There are no losses, therefore volt amperes input to the primary are equal to the volt amperes in secondary. Volt ampere means voltage into current. So the product of voltage and current in primary is equal to voltage into current in secondary also. So primary voltage എത്രയാണ്? It is V1. Primary current ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, it is I1. So V1 I1 is equal to secondary voltage എത്രയാണ്? It is V2 and the secondary current is I2. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് സ്ലൈഡിൽ ട്രാൻസ്ഫോമറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടിരുന്നു. ദാറ്റ് ഇസ് V1 I1 is equal to V2 I2. So that is, this is the block diagram, that is V1 I1 is equal to V2 I2. And for an ideal transformer, V1 is equal to E1 and V2 is equal to E2. Then taking the ratio, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു E2 by E1 is equal to N2 by N1. That is equal to, that is E2 by E1. From this equation we can write V2 by V1 is equal to I1 by I2. So for an ideal transformer, V2 is same as E2. So it is E2 divided by V1 is same as E1. So ഇവിടെ apply ചെയ്യുക, that is E2 by E1 is equal to N2 by N1, that is equal to I1 by I2, that is equal to K, where K is known as voltage transformation ratio, and this is very important relation. Then next topic, transformer rating. ഇത് ABBയുടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ആണ്. നെയിം പ്ലേറ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതൊരു, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റേറ്റിംഗ്സ് പറയാം. ഇത് 3 phase ട്രാൻസ്ഫോമർ ആണ്. ദെൻ ഇവിടെ പവർ എന്ന് പറഞ്ഞിട്ട് ഒരു 200 kVA, this is one rating, 200 kVA. Then this is the H volt, that means high voltage side, that is it is 11 kV. Second, low voltage, and that 415 indicates the 3 phase voltage and the 240 indicates single phase voltage. ഇത് high voltage സൈഡിലെ വോൾട്ടേജ്, ഇത് low voltage സൈഡിലെ വോൾട്ടേജ് വാല്യൂ. ഇനി അടുത്ത പാരാമീറ്റർ എന്ന് ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ട്, ഇത് ലോ വോൾട്ടേജ് സൈഡിലെ കറണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഈസ് 50 Hz. That is one rating, that is kVA rating. HV high voltage value, low voltage value, and high voltage സൈഡിലെ കറണ്ട്, and LV amperes, that is LV low voltage സൈഡിലെ കറണ്ട്, and frequency. These are the main rating of the transformer. So this is the block diagram. This is the voltage V1, this is the current I1 I2, and this is the important relation, V1 I1 is equal to V2 I2, and the kVA rating. Then classification, and based on construction we can classify it as core type transformer and shell type transformer. Last slide parts of the transformer
ആ പോർഷൻ എടുത്ത സമയത്ത് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ബേസ്ഡ് ഓഫ് ഫങ്ഷൻ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി വോൾട്ടേജ്, ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ലെസ് ദാൻ പ്രൈമറി വോൾട്ടേജ്. സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറി വോൾട്ടേജ് കൂടുതലായിരിക്കും പ്രൈമറിയെക്കാളിലും, ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറി വോൾട്ടേജിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് ഡൗൺ. And next type, according to the supply voltage, we can classify it as single phase transformer and three phase transformer. Finally, the applications, that is the impedance matching, the isolate two circuits electrically, increase or decrease the alternating voltage in electrical power applications, measurement purposes instrument transformers, to step up low voltage in case of measurement, used in rectifiers, used in voltage regulators, voltage stabilizers, power supplies, etc. Thank you.